ലിങ്ക് റോഡിൽ നിൽക്കുന്ന ബസ്സുകൾ അവിടെ നിർത്തിയിടാതെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് വരാനുള്ള സംവിധാനം. സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യുന്ന വണ്ടികളുണ്ട്, അതിനുശേഷം അനുസരിക്കുകയില്ലെങ്കിൽ അത് ഫൈൻ കൊടുത്ത് അതിനെ ഒഴിവാക്കാമെന്നുള്ള തീരുമാനത്തിലാണത്. വടകര നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ നടപടി. ലിങ്ക് റോഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകളെ പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റുന്നതുൾപ്പെടെ ചില പരിഷ്കാരങ്ങളും നിയന്ത്രണങ്ങളുമാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഉടൻ പ്രാബല്യത്തിലാകും. വടകര നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വ്യാപാരി പ്രതിനിധികൾ, ബസ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ലിങ്ക് റോഡിലുള്ള ബസ്സുകൾ പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റാനും പഴയ സ്റ്റാൻഡ് പരിസരത്തും മാർക്കറ്റ് റോഡിലും അനധികൃതമായി നിർത്തിയിടുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും തീരുമാനിച്ചു. മാർക്കറ്റ് റോഡിലും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തും കുരുക്കില്ലാത്ത ദിവസം പോലുമില്ല. ലിങ്ക് റോഡിലെ ബസ്സുകൾ പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ്. പുതിയ തീരുമാനങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ബസ് ഓണേഴ്സിൻ്റെ പ്രതിനിധികൾ, RTO പ്രതിനിധി, പോലീസ്, അതുപോലെ തന്നെ ട്രാഫിക് SI, പിന്നെ അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ, ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. അതിൽ നമ്മുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ലിങ്ക് റോഡ്, അതുപോലെ തന്നെ സാൻഡ് ബാങ്ക് പോകുന്ന അഞ്ച് കുളക്ക് സാൻഡ് ബാങ്ക് പോകുന്ന ബസ്, ലിങ്ക് റോഡിൽ നിൽക്കുന്ന ബസ്സുകൾ അവിടെ നിർത്തിയിടാതെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് വരാനുള്ള സംവിധാനം. അത് നമ്മുടെ വൺ വേ മാർക്കറ്റ് വഴി തന്നെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് വരേണ്ട സംവിധാനമാണ്. അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടത്, അതിനുവേണ്ടി മാർക്കറ്റിൽ വ്യാപാരികൾ വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ഈ പാർക്ക് ചെയ്ത വണ്ടികൾ അവിടെ നിന്ന് ഒഴിവാക്കണം. അത് വ്യാപാരിയോട് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. അവർ വണ്ടികൾ അവിടെ നിന്ന് മാറ്റിയിടാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ സാധനമായി വരുന്ന സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യുന്ന വണ്ടികളുണ്ട്. അതിന് നമ്മൾ ആദ്യം അവരോട് കാര്യങ്ങൾ സംസാരിക്കും. അതിനുശേഷം അനുസരിക്കുകയില്ലെങ്കിൽ അത് ഫൈൻ കൊടുത്ത് അതിനെ ഒഴിവാക്കാമെന്നുള്ള തീരുമാനത്തിലാണത്. അങ്ങനെയാകുമ്പോൾ ലിങ്ക് റോഡിൽ നിന്ന് വരുന്ന ബസ്സുകൾക്ക് ഫ്രീ ആയിട്ട് വരാനുള്ള സൗകര്യം ഉണ്ടാവും. പിന്നെ സാൻഡ് ബാങ്ക് പോകുന്ന ബസ്സുകൾ ഇനി മുതൽ പഴയ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നാളെ എടുത്തിട്ട് അവരെ റൂട്ട് നടത്തുക. അത് ഇവിടെ ഈ സാൻഡ് ബാങ്കിൽ നിർത്തിയിടുന്ന ആ സംഭവം ഇനി മുതൽ ഉണ്ടായിരിക്കില്ല. പിന്നെ അവിടെയുള്ള ഈ വണ്ടി കച്ചവടമുണ്ട്, വഴിയോര കച്ചവടം, അതും അവിടെ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ജീപ്പുകൾ അശോക ടാക്കീസിന്റെ അവിടെ, അശോകന്റെ അവിടെ അവരെ സ്റ്റാൻഡ് അവിടെയാണ്, അവിടത്തേക്ക് മാറ്റാനുള്ള സംവിധാനം ആക്കിയിട്ടുണ്ട്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.